മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ വിളിക്കപ്പെട്ട പ്രിയ ദൈവജനമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവന്ദനം. പ്രാർത്ഥന ഓരോ ഭക്തൻ്റെ ഹൃദയമിടിപ്പാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രാർത്ഥനയെ കാണാം. ഒന്ന്, തങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും രണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും. തങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ നീഡ് ബേസ്ഡ് പ്രെയർ അല്ലെങ്കിൽ ആവശ്യസ്ഥ പ്രാർത്ഥനയെന്നും, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ ഇൻ്റർസെഷൻ പ്രെയർ അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയെന്നും വിളിക്കാം. സാധാരണയായി നാം കൂടുതലും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യസ്ഥ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് എപ്പോഴും മാതൃക നമ്മുടെ കർത്താവായ യേശുവാണ്. യേശു തൻ്റെ പ്രാർത്ഥനകൾ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉള്ളതായിരുന്നില്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥതകളായിരുന്നു. സാധാരണയായി നാം ഇങ്ങനെ പറയാറുണ്ട്: ജീവിക്കുവാൻ വേണ്ടി തിന്നണം, തിന്നുവാൻ വേണ്ടി ജീവിക്കരുത്. പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഇത് എത്രയോ ശരിയാണ്. ജീവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിക്കുവാൻ വേണ്ടി ജീവിക്കണം. നാം പലപ്പോഴും എങ്ങനെയെങ്കിലും ജീവിച്ചു പോണല്ലോ എന്നോർത്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളത്. പ്രാർത്ഥന നമ്മുടെ ജീവിതമാകണം. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും തൻ്റെ ജീവിതത്തെ ബന്ധപ്പെട്ടതായിരുന്നില്ല. എന്നാൽ പ്രാർത്ഥന മാത്രം യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. പ്രാർത്ഥന യേശുവിൻ്റെ ജീവിതമായിരുന്നു. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ, അല്ലെങ്കിൽ ബർത്ത്ഡേ മുതൽ ഗ്രേവ്യാർഡ് വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ആവശ്യസ്ഥ പ്രാർത്ഥന. ഇത് ചെയ്യുന്നത് തെറ്റില്ല. കാരണം കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചിരുന്നല്ലോ. എന്നാൽ കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് നിൻ്റെ നാമം, നിൻ്റെ രാജ്യം, നിൻ്റെ ഇഷ്ടം എന്ന് തുടങ്ങി എന്നുള്ളത് പലപ്പോഴും നാം മറന്നു പോകുന്നു. ഇതിനെയൊക്കെ മറികടന്നാണ് നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഏറെ സമയമെടുക്കുന്നത്. ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നാം ജാതികളെക്കാളും വിശേഷമുള്ളവരല്ല എന്ന് കർത്താവിൻ്റെ വാക്കുകൾ മറക്കരുത്. നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് പ്രാധാന്യം നൽകുന്നു. നാം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിന് പ്രാധാന്യത നൽകുന്നു. ആവശ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം നൽകുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ദൈവിക ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നു. നാം നമ്മുടെ പ്രാർത്ഥനയുടെ നല്ല പങ്കും അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നഷ്ടപ്പെടുത്തുന്നു. കാരണം ഈ ലോക ജീവിതം താൽക്കാലികവും ഇവിടെ നേടിയ യാതൊന്നും അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ള തിരിച്ചറിവില്ലാത്തതാണ്. പൗലോസ് പറയുന്നു, ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഉള്ളവർക്ക് മാത്രമേ മധ്യസ്ഥ അണയ്ക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവം എക്കാലത്തും മധ്യസ്ഥന്മാരെ അന്വേഷിക്കുന്നു. ഹെസ്കേൽ പ്രവചന പുസ്തകം 22:30 ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? അന്ന് പ്രാർത്ഥിക്കുവാൻ ആരുമില്ല എന്നാണോ? ഒരിക്കലുമല്ല. ഇന്നത്തെ പോലെ അന്നും പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. പ്രാർത്ഥനാ യോഗങ്ങളും മുഴുരാത്രി പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നേക്കാം. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ദേശത്തിന് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നവർ ഇല്ലാതെ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം അന്വേഷിക്കുന്നത് ആവശ്യസ്ഥ പ്രാർത്ഥനക്കാരെയല്ല, മധ്യസ്ഥ പ്രാർത്ഥനക്കാരെയാണ്. ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ വിടുതലിനായി ദൈവം മധ്യസ്ഥന്മാരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അന്ധകാരം നിറഞ്ഞ നമ്മുടെ ഭാരതം വെളിച്ചം കാണണമെങ്കിൽ മധ്യസ്ഥന്മാർ എഴുന്നേൽക്കണം. മധ്യസ്ഥ പ്രാർത്ഥന സാത്താൻ്റെ രാജ്യത്തെ തകർക്കുന്നതാണ്. നാം അനുദിനം പ്രാർത്ഥിക്കുന്ന ആവശ്യസ്ഥ പ്രാർത്ഥന സാത്താൻ്റെ രാജ്യത്തിന് ഒരിക്കലും ഭീഷണിയല്ല. അതുകൊണ്ട് നാം അവൻ്റെ തന്ത്രങ്ങളെ നന്നായി അറിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു മാറ്റം ഈ ദിവസത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ദേശത്തിന് വേണ്ടി, രക്ഷിക്കപ്പെടാത്ത വ്യക്തികൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയണം. അന്ന് മോശ എന്ന ഒറ്റ വ്യക്തി ഇസ്രായേലിന് വേണ്ടി ഇടിവിൽ നിന്നതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ എന്ന രാഷ്ട്രം നിലനിൽക്കുന്നത്. ഒരു വ്യക്തിയുടെ പ്രാർത്ഥന രാജ്യങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളതാണ്. നമുക്ക് വേണ്ടി ആരൊക്കെയോ ഇടിവിൽ നിന്നതുകൊണ്ടല്ലേ നാം രക്ഷിക്കപ്പെട്ടത് എന്ന് നാം ഒരിക്കലും മറക്കരുത്. ആയതിനാൽ ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി നമുക്കും മധ്യസ്ഥ അണയ്ക്കാം. ഹഡ്സൺ ടൈലറിനെക്കുറിച്ച് ചൈനക്കാർ പറയുന്നത് ഇങ്ങനെയാണ്: സൂര്യൻ ഉദിക്കുമ്പോൾ
ചൈനയിൽ ആദ്യം കാണുന്നത് മുട്ടിന്മേൽ നിൽക്കുന്ന ഹഡ്സനെയായിരുന്നു എന്നാണ്. ജോൺ നോക്സ് എന്ന ദേവദാസൻ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു: സ്കോട്ട്ലൻഡിന് എനിക്ക് നൽകണമേ, ഇല്ലെങ്കിൽ ഞാൻ മരിക്കട്ടെ. കർത്താവിന് വേണ്ടത് വിമർശകരെയല്ല, മധ്യസ്ഥരെയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിന് വേണ്ടി അവൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കർത്താവെ എന്നെ ഒരു മധ്യസ്ഥനാക്കണമേ എന്ന് നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.